തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഈ 5 ക്ഷേത്രങ്ങളിൽ മാറി മാറിയാണ് ഓരോ വർഷവും സത്രം നടക്കുക. അത് ആദ്യ സത്രം മുതിർന്ന ആളായിട്ടുള്ള യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കുന്ന ചെങ്ങന്നൂർ തൃച്ചിറ്റാറ്റ് ക്ഷേത്രത്തിലായി. അതിൻ്റെ തുടർച്ചയാണ് തൃപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവമ്പണ്ടൂർ, തൃക്കൊടിത്താനം. ഇനിയും അത് തുടർന്ന് തൃച്ചിറ്റാറ്റ് എന്നുള്ള നിലയിൽ വീണ്ടും റൊട്ടേറ്റ് ചെയ്താണ് ഓരോ വർഷവും സത്രം വരിക. എന്ന് പറഞ്ഞാൽ 5 വർഷത്തിന് ശേഷമായിരിക്കും ഇനി തൃക്കൊടിത്താനത്ത് ഇത്തരുണത്തിൽ സത്രം നടക്കുക. ഈ പ്രാവശ്യത്തെ പാണ്ഡവീയ മഹാവിഷു സത്രം മെയ് മാസം 10-ാം തീയതി ഈ 5 മഹാക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾക്ക് നൽകുന്ന സ്വീകരണത്തോടു കൂടിയാണ് സമാരംഭിക്കുന്നത്. 5 ക്ഷേത്രങ്ങളിലെയും സത്രവേദിയിൽ പ്രതിഷ്ഠിക്കുവാനുള്ള വിഗ്രഹങ്ങൾ അവിടെ നിന്നും രഥയാത്രയായി, രഥഘോഷയാത്രയായി വരുന്ന തൃക്കണ്ണാപുരം ക്ഷേത്ര സന്നിധിയിലെത്തുകയും അവിടെ നിന്നും ഘോഷയാത്രയായി തൃക്കൊടിത്താനത്തേക്ക് ആനയിക്കുകയും ചെയ്യുക. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഘോഷയാത്രയായിരിക്കും അതോടനുബന്ധിച്ച് തൃക്കണ്ണപുരത്തു നിന്നും തൃക്കൊടിത്താനത്തേക്ക് നടക്കുക. ഈ സത്ര ചടങ്ങുകൾക്ക് സമാരംഭം കുറിച്ചുകൊണ്ട് സത്രം നടക്കുന്ന സത്രശാലയുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായി വരികയാണ്. ആ സത്രശാലയുടെ പൂർത്തിയായ വേദിയും സത്രശാലയും 4-ാം തീയതി, ഈ വരുന്ന 4-ാം തീയതി 3:30 മണിക്ക് മഹാരാഷ്ട്ര ഗവർണർ ശ്രീ CP രാധാകൃഷ്ണൻ ഭദ്രദീപം തെളിച്ച് സമർപ്പിക്കുന്നതാണ്. ആ ചടങ്ങ് മുതൽ തുടർന്ന് നടക്കുന്ന എല്ലാ സത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങിലേക്കും മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളെയും ഈ അവസരത്തിൽ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. മെയ് മാസം 10 മുതൽ 17 വരെയാണ് പ്രധാനമായും സത്ര ചടങ്ങുകൾ നടക്കുക. മഹാഭാരതവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ മത്സരങ്ങളടക്കം ഒട്ടേറെ കാര്യങ്ങൾ സത്രവുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം 22-ാം തീയതി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഭദ്രദീപം തെളിച്ചുകൊണ്ട് സമാരംഭിച്ച നാരായണീയ യജ്ഞം ഈ വരുന്ന 11-ാം തീയതി ആവുമ്പോൾ, മെയ് മാസം 11 ആവുമ്പോൾ 51 ദിവസമുണ്ട്. ഇതിൽ ഓരോ ദിവസവും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാരായണീയ സമിതികളാണ് നാരായണീയം പാരായണം ചെയ്ത് ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നത്.